സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയുടെ കാലത്ത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയ്ക്കാണ് സ്വർണ്ണത്തെ കാണുന്നത്. 2008 സാമ്പത്തിക മാന്ദ്യത്തിനും കോവിഡ് മഹാമാരിക്കും ശേഷം സ്വർണ്ണവില കുതിച്ചുയർന്നിരുന്നു. ഏത് ആഗോള പ്രതിസന്ധികൾക്കിടയിലും വെട്ടിത്തിളങ്ങിയ ലോഹമാണ് സ്വർണം. സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുന്ന കാലത്ത് സുരക്ഷിത നിക്ഷേപമായാണ് സ്വർണത്തെ കാണുന്നത്. 2008 സാമ്പത്തിക മാന്ദ്യകാലത്തും ലോകവ്യാപാര കേന്ദ്രത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനും കോവിഡ് മഹാമാരിക്കും ശേഷവും സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യമാണുണ്ടായത്. 1929 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും സ്വർണ്ണവില ചരിത്ര മുന്നേറ്റമാണ് നടത്തിയത്. നിലവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധമാണ് നിക്ഷേപകർക്ക് സ്വർണം വലിയ നേട്ടം നൽകിയത്. ആഗോള സാമ്പത്തിക അനിശ്ചിതാവസ്ഥ ശക്തമായ കഴിഞ്ഞ വർഷം മാത്രം സ്വർണ്ണവിലയിൽ 75% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2025 ഏപ്രിലിൽ US പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ജൂലൈയിൽ 26% താരിഫ് 50% ഉയർത്തിയതോടെ വില റോക്കറ്റ് പോലെ കുതിച്ചു. ഇതോടെ ആഗോള വിപണിയുടെ ചുവട് പിടിച്ച് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില ഫെബ്രുവരി 6 75% ഉയർന്നു. കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരം 10 ഗ്രാമിന് ഏകദേശം 91,500 രൂപയായിരുന്ന വില ജൂലൈ അവസാനത്തോടെ ഏകദേശം 1,01,400 രൂപയായി. 2020 ജനുവരിയിൽ ചൈനയ്ക്ക് പുറത്ത് ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ സ്വർണ്ണവിലയിൽ 38% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2008 സാമ്പത്തിക മാന്ദ്യകാലത്ത് സ്വർണ്ണവിലയിൽ 36% കുതിപ്പുണ്ടായി. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വളർച്ചയാണ് താരിഫ് യുദ്ധത്തിന് ശേഷമുണ്ടായത്. വിവിധ രാജ്യങ്ങളുടെ ഓഹരി വിപണികൾ ഇടിഞ്ഞതും നിക്ഷേപകർ ഡോളർ വിറ്റൊഴിവാക്കിയതും ഇത്തവണ സ്വർണ്ണത്തിന്റെ വിലക്കയറ്റത്തിന് കാരണമായി. വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ കണക്കനുസരിച്ച് സ്വർണ്ണത്തിന് ചരിത്രപരമായ വില വർധനവാണ് ഉണ്ടായത്. ആഗോളതലത്തിൽ സ്വർണ്ണവില 53 തവണയാണ് റെക്കോർഡ് ഭേദിച്ചു മുന്നേറിയത്. യുദ്ധങ്ങളും താരിഫ് ഭീഷണിയും കേന്ദ്ര ബാങ്കുകൾ വാങ്ങിക്കൂട്ടിയതും നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപത്തിലേക്ക് മാറിയതുമാണ് വിലക്കയറ്റത്തിനിടയാക്കിയത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.